ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മട്ടൻ കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഞാനിവിടെ 1 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാദ്യമേ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതേപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കുള്ളൂ നമുക്കിതേപോലെ റെസിപ്പീസൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ടി തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയുള്ള തൈര് ചേർക്കരുത്. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കണം, മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ശരിക്കും ഈ മസാലയൊക്കെ ശരിക്കും ആ മട്ടണിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു അരമണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 12ഓളം കാഷ്യൂ നട്ട്സ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതും ഒരു അരമണിക്കൂർ വരെ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളി പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മതിയാവുന്നതാണ് ഇതിന്. ഇനി അതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നല്ല പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തയ്യാറായി കിട്ടുള്ളൂ. അതുമാത്രമല്ല സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് വലുതാക്കി അരിയുമ്പോൾ നമ്മുടെ കറിയാണെങ്കിലും അത്ര തിക്കായി കിട്ടില്ല. ഇത് ശരിക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ ചെറുതായി അരിയുമ്പോൾ തന്നെ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 200 ഗ്രാമോളം ഉള്ളി, ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 പച്ചമുളക് കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല തിക്കായിട്ടുള്ള മട്ടൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ നമ്മൾ മട്ടൻ മാരിനേറ്റ് ചെയ്തപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം പൊടിയായിട്ട് തന്നെ ഞാനിപ്പോൾ അരിഞ്ഞത് അത്ര ചെറുതായിട്ടില്ല, എന്നാലും കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ മസാലകൾ വഴന്ന് കിട്ടുകയും ചെയ്യും. നമ്മുടെ കറി ആണെങ്കിലും നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ വീണ്ടും മുളക് പൊടി ചേർക്കുന്നില്ല. ആദ്യമേ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ എരിവിന് വേണ്ടി ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്.
അപ്പോൾ കുരുമുളകാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ നമ്മുടെ കുറുമയ്ക്ക്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞങ്ങളിവിടെ കുറച്ച് സ്പൈസി ആയിട്ടേ കറി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിനിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ശരിക്കും ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ആ എണ്ണയിൽ വയന്ന് കിട്ടണം. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിൽ കിടന്ന് ശരിക്കും ആ മസാല ഒന്ന് വയന്ന് കിട്ടുമ്പോഴേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്ത് വഴറ്റുമ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ മസാല പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ടണിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ ആ കുഴച്ച് വെച്ചതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ച് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിന് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാര്യം ഈ മട്ടൺ വെന്ത് വരുമ്പോൾ തന്നെ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇതിന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ശരിക്കും ആ മട്ടണിൽ പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പിൻ്റെയും എരിവിൻ്റെയും അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കാര്യം ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നേ ഉള്ളൂ. കൂടിപ്പോയാൽ ഒരു രക്ഷയില്ല. പിന്നെ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 വിസിൽ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വെള്ളം മാറ്റിയിട്ട് കാഷ്യൂ നട്ട്സ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ കറിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തരുന്ന ഐറ്റം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പോളം തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് നമുക്ക് തേങ്ങയും കാഷ്യൂ നട്ട്സും കൂടെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ തുറന്ന് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കറി കാണാൻ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്നുകൂടെ നന്നായിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഇത് 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില മട്ടൺ വേകാൻ താമസം പിടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുറുമ നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിനായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിട്ട് നമ്മുടെ ഈ കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയാണ്. നെയ്യും കൂടെ ചേർത്ത് താളിക്കുമ്പോൾ നമ്മുടെ മട്ടൻ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കാഷ്യൂ നട്ട്സ് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ ഒരു 2 ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഉള്ളി ആദ്യമേ വഴറ്റിയിട്ട് കാഷ്യൂ നട്ട്സ് വഴറ്റാൻ നിന്നാൽ ചിലപ്പോൾ ഉള്ളി ആകെ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ നല്ല പാകത്തിന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ കാഷ്യൂ നട്ട്സും ഉള്ളിയും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ നന്നായിട്ട് ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാനിവിടെ നിന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നെയ്യും കാഷ്യൂ നട്ട്സും ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മളിങ്ങനെ താളിച്ചിടുകയും കൂടെ ചെയ്യാൻ നേരത്ത്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടെ ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ കുറുകി വന്നോളും. നമ്മുടെ മട്ടൻ കുറുമ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.